എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം ഉത്തരാർത്ഥം അധ്യായം 80 ശ്ലോകം 16, 17, 18, 19, 20, 21, 22, 23 8 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തായ സഖാവായ സുദാമാവ് വരും എന്ന് ഭഗവാൻ അറിയാം. അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ടെന്ന്. രണ്ടുപേരും കൂടി രുക്മിണി ദേവിയുടെ ഗൃഹത്തില് ഭഗവാനും രുക്മിണി ദേവിയും കൊണ്ട് ഇങ്ങനെ സൗഹൃദ സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുക. എനിക്ക് ഇപ്പൊ ഇങ്ങനെ ഓർമ്മ വരെ രുക്മിണി ആ സുദാമാവിനോടൊപ്പം ഇങ്ങനെ കളിച്ചതും ഞങ്ങള് ആ ഗുരു മന്ദിരത്തിൽ കഴിഞ്ഞതും അതൊക്കെ ഇങ്ങനെ ഓർമ്മ വരും. എത്ര കാലമായി കണ്ടിട്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങനെ വരുന്നത്. ഭഗവാൻ കാണണു, കൂട്ടിക്കൊണ്ടുപോകണു ഒക്കെയാണ് അടുത്ത ശ്ലോകങ്ങളിൽ വർണ്ണിക്കുന്നത്. അങ്ങനെ പുറപ്പെടുമ്പോൾ കുചേലപത്നി പറഞ്ഞതിനനുസരിച്ചിട്ട് സുദാമാവ് എന്തായാലും ഭഗവാനെ ഒന്ന് കാണാലോ എന്ന് വിചാരിച്ചതാ. പുറപ്പെടുമ്പോൾ പറയാണ്, ഞാൻ പോവാം ഭഗവാനെ കാണാൻ, പക്ഷേ എനിക്ക് എന്തെങ്കിലും ഒന്ന് കൊണ്ടു കൊടുക്കണ്ടേ? ഇവിടെ ഒന്നുമില്ല എന്ന് എനിക്കറിയാം, എന്നാലും ഒന്നും അതുകൊണ്ടാ പറയണത്, എന്തെങ്കിലും ഒന്ന് സമർപ്പിക്കണ്ടേ, അല്ലാതെ എങ്ങനെയാ പോവുക? അപ്പൊ ആര്യ പറഞ്ഞു, ഞാൻ തരാം, എന്തായാലും ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പാവം ആ തെരുവിലേക്കാണ് ഇറങ്ങി. അതേവരെ ഇങ്ങനെ യാചിക്കാനൊന്നും ആ അമ്മ പോയിട്ടില്ല. ഇത് ഭഗവാന് കൊടുക്കാൻ വേണ്ടിട്ടല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇതാ പുറത്തിറങ്ങി എല്ലാരോടും പറയാണ്, എന്റെ ഭർത്താവ് നാളെ ഭഗവാനെ കാണാൻ പോവാണ്, എന്തെങ്കിലും ഒന്ന് തരണം. അപ്പൊ ആദ്യം കണ്ട ആ ബ്രാഹ്മണൻ തന്നെ കുറച്ച് അവില് കൊടുത്തു എന്നാ പറയണത്. ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അത്ര അവില്. ആ അവില് ഒരു തുണിയില് പൊതിയാനില്ല, ആ കീറി പിറഞ്ഞ ആ സാരി ആ ചേലയിൽ തന്നെ അതിന്റെ ഒരു കഷ്ണം തന്നെ കീറി അതിൽ പൊതിഞ്ഞിട്ടാണ് ഇത് കൊടുത്തയക്കുന്നത്. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 16. ത്രീണി ഗുൽമാന്യതീയായ തിസ്ര കക്ഷാശ്ച സദ്വിജ വിപ്രോഗമ്യാന്ധകവൃഷ്ണീനാം ഗൃഹേഷ്വച്യുതധർമ്മിണാം. ആ വിൽപ്പതി പിടിച്ചുകൊണ്ട് അങ്ങനെ ദ്വാരകയിലേക്ക് ഇങ്ങനെ നടക്കുകയാണ്. വഴിയൊന്നും അറിയില്ല. ദ്വാരകയിലാണ് ഭഗവാൻ ലക്ഷ്മിമാരെ സമേതനായിട്ട് എങ്ങനെ വാഴണതെന്ന് അറിയാം. അങ്ങനെ നടന്ന് പോകുമ്പോ വിചാരിക്കുകയാണ്, നാളെ എന്നായിട്ടു ഭഗവാനെ കാണുവാൻ ഇത്ര നാളും പുറപ്പെടാത്ത ഞാൻ ഇന്നു ചെല്ലുമ്പോൾ നാളിക നേത്രൻ എന്നെ കണ്ടാ മനസ്സിലാവൂ? ഇന്നത്തെ എന്റെ രൂപം കണ്ട ഭഗവാൻ എന്നെ മനസ്സിലാവുമോ? മനസ്സിലാവാതിരിക്കില്ല. അന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഗുരുവിന്റെ പിരിഞ്ഞു പോകുമ്പോ, സുദാമാവേ നമ്മൾ ഇന്ന് പിരിഞ്ഞു പോണെന്നുള്ളൂട്ട്, ഇടയ്ക്കിടയ്ക്ക് വന്ന് എന്നെ കാണണേ. ഞാൻ ചിലപ്പോ വന്നൂന്ന് വരില്ല, എന്റെ അടുത്തേക്ക് വരണട്ടോ, എനിക്ക് മധുരയില് നല്ല തിരക്കല്ലേ, അപ്പൊ ഇനി ചിലപ്പോ വരാൻ പറ്റിയെന്ന് വരില്ലേ. സുദാമാവിന് എന്നെ കാണാൻ വരാൻ പറ്റൂലോ, വരണട്ടോ എന്ന് പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്. ഇത്ര നാളും ഞാൻ പോയില്ല. പക്ഷെ ഇപ്പോഴത്തെ എന്റെ ഈ ശരീരം ചുക്കിച്ചൊളിഞ്ഞ വേഷം മനസ്സിലാവുമായിരിക്കും, ഉണ്ടാവും. എങ്ങനെ ഓരോന്ന് ചെന്ന് എങ്ങനെ എന്നെ കണ്ടാൽ എങ്ങനെ അക്രൂരം വിചാരിച്ച പോലെ എന്റെ അടുത്തേക്ക് ഓടി വരൂ? എങ്ങനെയാ അത് കണ്ടുപിടിക്കുക? ഭഗവാന്റെ ദ്വാരക അവിടേക്ക് എന്നെ കടത്തുവോ കാവക്കാരെ? ഇങ്ങനെയൊക്കെ ഓരോന്ന് ചിന്തിച്ച് അങ്ങനെ നടന്ന് ഇതാ ആർക്കും പ്രവേശിക്കാൻ സാധിക്കാത്ത ആ സ്ഥലങ്ങളൊക്കെ ബ്രാഹ്മണന് അനായാസം കടന്നു പോവാൻ സാധിച്ചു. അവിടെ ശത്രുക്കളുടെ ഉപദ്രവം കൂടാതെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എല്ലാ തെരുവിലും രക്ഷാസൈന്യങ്ങളെ നിയമിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ഉള്ള എല്ലാ സ്ഥലത്തും ഒരു പ്രയാസം കൂടാതെ ആരും തടയാതെ ആ സുദാമാവിന് അതിലേക്ക് പ്രവേശിക്കാൻ സാധിച്ചു എന്നാണ് പറയണത്. എല്ലാ ഗൃഹങ്ങളിലും ശ്രീകൃഷ്ണനെ പറ്റി ആരാധന ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അവരുടെ ആ ഐശ്വര്യാധിക്യ നിമിത്തം ആ തെരുവില് സാമാന്യന്മാർക്ക് പ്രവേശിക്കാൻ തന്നെ പ്രയാസം. അങ്ങനെയുള്ള ആ ഗൃഹങ്ങളുടെ മധ്യത്തില് ആദ്യം തന്നെ ആ രുക്മിണി ദേവിയുടെ ഗൃഹത്തിൽ തന്നെയാണ്, അവിടെയാണ് ഭഗവാൻ ഇരിക്കുന്നത്. അറിയില്ലല്ലോ സുദാമാവിന് എവിടെയാണെന്നൊന്നും. പക്ഷെ അവിടേക്ക് തന്നെയാണ് അദ്ദേഹം എത്തിച്ചേർന്നത്. അതൊക്കെയല്ലേ ഭഗവാന്റെ സങ്കല്പം അല്ലെ. ഗൃഹം ദുഷ്ടസഹസ്രാണാം മഹിഷീണാം ഹരേർദ്വിജ
വിവേശേകതമം ശ്രീമദ് ബ്രഹ്മാനന്ദം ഗതോ യഥാ. ആ വൃഷ്ണികളുടെ, അന്ധകന്മാരുടെ, ഇവരുടെയൊക്കെ ഗൃഹങ്ങളുടെയും ശ്രീകൃഷ്ണന്റെ 16,000 ഭാര്യമാരുടെ ഗൃഹങ്ങളുടെയും മധ്യത്തില് ആ ലക്ഷ്മി ദേവി പ്രത്യക്ഷമായിട്ട് വിളയാടുന്ന ഒരു ഗൃഹത്തില് അവിടേക്കാണ് പ്രവേശിച്ചത്. ഇപ്പോഴാ എന്താ അറിയാത്തൊരു ബ്രഹ്മാനന്ദത്തിൽ അങ്ങോട്ട് മുഴുകിന്നാ പറഞ്ഞ. എന്താണെന്നറിയാത്തൊരു ആനന്ദം ആ സുധാമാവിന്റെ ഹൃദയത്തിൽ അങ്ങോട്ട് വിളയാടി. ഭഗവാൻ ഇങ്ങനെ കയ്യിൽ പിടിച്ചു കൂട്ടിക്കൊണ്ടു പോണ പോലെ ആദ്യം തന്നെ പ്രവേശിച്ചത് ആ രുക്മിണി ദേവിയുടെ ഗൃഹത്തിൽ തന്നെ. ഭഗവാൻ കൈ പിടിച്ച് ഇങ്ങനെ കൊണ്ടുപോയി തന്നെയായിരുന്നു. അവൾക്ക് എത്ര കാലായി കണ്ടിട്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണതിന്റെ ഇടയ്ക്ക് നോക്കണ്ട അങ്ങടും ഭഗവാൻ. അതിന്റെ ഇടയ്ക്ക് ദാ കണ്ടു, ദൂരത്തു നിന്ന് ഇങ്ങനെ വരണു ആ സഖാവ്. തം വിലോക്യാച്യുതോ ദൂരാൽ പ്രിയാ പര്യങ്കമാസ്ഥിത സഹസോത്ഥായ ജാഭ്യേത്യ ദുർഭ്യാം പര്യഗ്രഹിന്മുദ. ആ പ്രിയപ്പെട്ടവളായ ആ രുക്മിണി ദേവിയോട് കൂടിയിട്ട് കട്ടിലുമേ ഇരിക്കണ ഭഗവാൻ ശ്രീകൃഷ്ണൻ കുചേലൻ വരണത് അങ്ങനെ ദൂരത്ത് നിന്ന് തന്നെ കണ്ടു. കുട്ടന്നെ ചാടി എണീട്ടു ഓടി. ആ 7ാം നില മാളിക മുകളിലാണ് ഇരിക്കുന്നത് ഭഗവാൻ. അതിന്റെ മുകളിൽ നിന്ന് എങ്ങനെയാ ഭഗവാൻ അങ്ങോട്ട് ചാടിയതെന്ന് അറിയില്ല. ഓടി ഒരു സെക്കൻഡ് കൊണ്ട് അവിടെ എത്തി കുചേലന്റെ മുമ്പിൽ. ഓടിച്ചെന്നങ്ങോട്ട് പരമ സന്തോഷത്തോടെ പിടിച്ചങ്ങോട്ട് കെട്ടിപ്പിടിച്ചു, ആലിംഗനം ചെയ്തു, മാറോട് ചേർത്തു. അപ്പൊ മഹാപ്രഭുവായ കൃഷ്ണനെ നിർധനനായ തനിക്ക് കാണാൻ സാധിക്കുമോ എന്നിങ്ങനെ ആ ചിന്താപാരവശത്തോടെ ഇരിക്കുകയാണ്. അത് മനസ്സിലാക്കിയില്ലേ ഭഗവാൻ? ഭഗവാൻ ഭക്തവത്സനല്ലേ, ആ ഭാഗവത ഉത്തമന്റെ ആ വരവ് കാത്തുകൊണ്ടിരിക്കണ ഭഗവാൻ അത് മനസ്സിലാവൂലോ? ആ മനസ്സ് തന്റെ ദർശനത്തെ കാക്ഷിക്കുന്ന ഭക്തന്മാരെ കാണുന്നത് തന്നെ, അത് തന്നെയാണ് ഭഗവാൻ ഏറ്റവും പരമ സന്തോഷം. തന്നെ കാണാൻ ഭക്തൻ എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ടോ അതിലും എത്രയോ അധികരിച്ച നിലയിലാണ് ഭഗവാൻ തന്റെ ഭക്തന്മാരെ കാണാൻ അനുഗ്രഹിക്കുന്നത്. അതാണ് ഭഗവാന്റെ സ്വഭാവം. ഭഗവാന്റെ ദർശനം സിദ്ധിക്കാതിരിക്കാൻ നിർവ്യാജ ഭക്തിയില്ലായ്മ. അതാണ്. ഭക്തി ഇല്ലാത്തവർക്ക് ഭഗവാനെ കാണാൻ സാധിക്കില്ല. ഭഗവാൻ കൃഷ്ണൻ സ്വർഗാരോഹണം ചെയ്തില്ലേ, ഇനിയിപ്പോ എങ്ങനെയാ കാണുക എന്നൊന്നും ആരും വിചാരിക്കണ്ട. പരിശുദ്ധ അന്ധക്കരണമാകുന്ന ആ സ്വർഗത്തില് ശ്രീകൃഷ്ണൻ ഇന്നും പ്രകാശിക്കുന്നുണ്ട് എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ശുദ്ധ ഭക്തന്മാർക്ക് ശ്രീകൃഷ്ണ ദർശനം എന്നും സുലഭമായിട്ട് കിട്ടും. എത്രയോ പേർക്ക് അത് അനുഭവമാണ്. സഖ്യുപ്രിയസ്യ നിർവിപ്രശേ അംഗസംഗാതി നിർവൃത പ്രീതോ വിമുഞ്ചത ബിന്ദൂൻ നേത്രാഭ്യാം പുഷ്കരേക്ഷണ. ചെറുപ്പം മുതൽ ഇങ്ങനെ ഒരുമിച്ച് കളിച്ച് വളർന്ന ആ സുഹൃത്തും തന്നിൽ പരമപ്രേമത്തോടുകൂടിയവനുമായ ആ ബ്രാഹ്മണ ഋഷിയുടെ ശരീരത്തോട് തന്റെ ശരീരം ഇങ്ങനെ ചേർന്നു. ഭഗവാൻ തന്നെ ഇങ്ങനെ ആനന്ദഭക്തനായി എന്നാ പറയണത്. അങ്ങനെ ആനന്ദമൂർത്തിയായ ആ ഭഗവാൻ കുചേലൻ എങ്ങനെയാണോ ബ്രഹ്മാനന്ദം അനുഭവിച്ചത് അതുപോലെ പരമാനന്ദ സുഖം അനുഭവിച്ചു. അതാണ് വളരെ സന്തോഷമായി ഭഗവാന്. ആ സന്തോഷം സൂചിപ്പിക്കണ വിധത്തില് ആ താമരതളം പോലെ കോമളങ്ങളും വിശാലങ്ങളുമായിരിക്കുന്ന 2 കണ്ണുകളിൽ നിന്നും സന്തോഷജലം അങ്ങനെ ഒഴുകി എന്നാ പറയണത്. ആനന്ദ സ്വരൂപനായിട്ടുള്ള ഭഗവാന് ഈ ഭക്തജന ശരീര സംഗമം ശരിക്കും ഏറ്റവും ആനന്ദകരം തന്നെയാണ്. ഭക്തന്മാരെ കാണുന്നത് തന്നെയാണ് ഭഗവാന് ഏറ്റവും സന്തോഷം. അപ്പൊ ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്താണ് ആ സുധാമാവ്. അതാണ് അദ്ദേഹത്തിനെ ഞങ്ങൾ കണ്ടപ്പോ. അതിനു മുമ്പ് ഭഗവാൻ ഇങ്ങനെ ആനന്ദാശ്രു പൊഴിക്കണ രംഗങ്ങൾ വളരെ ചുരുക്കേ ഉണ്ടായിട്ടുള്ളൂ. കുചേലനെ ഞങ്ങൾ മാറോട് ചേർത്തപ്പോ 2 കണ്ണുകളിൽ നിന്ന് ഇങ്ങനെ ആനന്ദാശ്രുക്കൾ ഇങ്ങനെ ഒഴുകി. അപ്പൊ സൂര്യോദയത്തില് താമര എന്ന പോലെ ഭക്തജന സമക്ഷത്തിൽ തന്നെ ഭഗവാന്റെ ഈ കണ്ണുകൾക്ക് ആ വികാസം കാണപ്പെടുള്ളൂ. ആ പുഷ്കരേക്ഷണ എന്നുള്ള ആ പ്രയോഗം അവിടെ തന്നെ കണ്ടതുകൊണ്ട് ഭക്തനാണോ, ഭക്തനെ കണ്ടതുകൊണ്ട് തനിക്കാണോ ആനന്ദം അധികം എന്ന് സൂചിപ്പിക്കണ വിധമാണ് ആ കണ്ണീര് ഒഴുക്കിയതെന്ന്. അപ്പൊ എങ്ങനെ എത്ര ഭക്തവാത്സല്യുണ്ട് ഭഗവാന് അല്ലെ, വർണ്ണിക്കാൻ സാധിക്കില്ല. അഥോപവേശ്യ പര്യങ്കേ സ്വയം സഖ്യുസമർഹണം ഉപനിജ്യാവനിജ്യാസ്യ പാദൗ പാദാവനേജനി. അഗ്രഹിൽ ശിരസാരാജൻ ഭഗവാൻ ലോകപാവന വിലിംബൽ ദിവ്യഗന്ധേന ചന്ദനാഗരു കുങ്കുമേ.
ആലിംഗനം ചെയ്ത് എത്ര കാലായി കണ്ടിട്ട് സുധാമാവ് ഇപ്പോഴും വന്നൂലോ ഒന്നും അങ്ങോട്ട് പറയല്ല. ഒരു കൊച്ചു കുട്ടി എടുക്കണ മാതിരി അങ്ങോട്ട് എടുത്ത ഒരൊറ്റ ചാട്ടാണെന്നാ പറഞ്ഞു. വേഗമാ 7 നില മാളികയില് സുധാമാവ് ഭഗവാനെ അങ്ങോട്ട് കണ്ട് കണ്ണു നിറഞ്ഞു. സുധാമാവിനും കണ്ണു കാണുന്നില്ല, ആനന്ദാശ്രുക്കള് കാരണം. ഇങ്ങനെ കെട്ടിപ്പിടിക്കും ഈ ആ ചെളി പിടിച്ച് വേർത്ത് കുളിച്ചിരിക്കണ എല്ല് മാത്രമേ ഉള്ളൂ ശരീരത്തില്. അങ്ങനെയുള്ള ആ ശരീരത്തിലെ ഇങ്ങനെ കെട്ടിപ്പിടിക്കും. സുധാമാവ് ഇങ്ങനെ ചൂടാണ്. ഇത്രയും ഭഗവാൻ ഇങ്ങനെ തന്നെ ഇങ്ങനെ ആലിംഗനം ചെയ്യണതാണ്. കണ്ണടഞ്ഞു പോയി. തുറക്കണത് എവിടെയാ? ആ 7 നിലയുടെ മാളികയുടെ മുകളിലാ. അവിടേക്ക് അങ്ങോട്ട് എത്തി. സുധാമാവ് കണ്ണു തുറന്നപ്പോഴേക്ക് എത്തണത് അവിടെയാ. വേഗം രുക്മിണി കൊതു കൊണ്ടുവരൂ, വെള്ളം കൊണ്ടുവരൂ, പൂവ് കൊണ്ടുവരൂ എന്നൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട്. രുക്മിണി ദേവി എല്ലാവരും ഇങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുക. അങ്ങനെ ഭഗവാൻ വേഗം എടുത്ത് താൻ അങ്ങോട്ട് ഇരുന്നിരുന്ന ആ മഞ്ചത്തില് അങ്ങോട്ട് ഇരുത്തി ആ സുധാമാവിനെ. എന്നിട്ട് എന്തൊക്കെയോ കാഴ്ചദ്രവ്യങ്ങള് ഭഗവാൻ തന്നെ എടുത്തുകൊണ്ട് വന്നു അടുത്തങ്ങോട്ട് വെച്ചു. അപ്പോഴേക്കും രുക്മിണി ദേവി ഇത് കേട്ട് കൊണ്ടുവന്നു. പറഞ്ഞിട്ടുണ്ടല്ലോ അത്രയും നല്ല സുഹൃത്താണെന്ന്. ആ പാദങ്ങളില് വെള്ളം ഒഴിച്ച് തന്റെ സ്വന്തം കൈകൾ കൊണ്ട് തന്നെ ആ തലോടി കഴുകി സർവ്വലോകങ്ങളെയും പരിശുദ്ധങ്ങളാക്കുന്ന ഭഗവാൻ ആ പാദതീർത്ഥങ്ങള് ആ കുചേല ബ്രാഹ്മണന്റെ ആ ചെളി പിടിച്ച പാദങ്ങള് ആ കഴുകിയ ആ ജലം തന്റെ ശിരസ്സിലങ്ങോട്ട് തളിച്ചു. ശ്രീ ശിവബ്രഹ്മർഷി പറയാ, ഹേ രാജൻ, ഭഗവാന്റെ ആ ബ്രാഹ്മണ ഭക്തി നോക്കൂ. ചന്ദനം, കുങ്കുമപ്പൂവ് എന്നീ സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ടാക്കിയ ആ കുറിക്കൂട്ട് കൊണ്ടുവന്ന് ആ ബ്രാഹ്മണന്റെ ദേഹത്തില് ഭഗവാൻ തന്നെ അങ്ങോട്ട് പൂശിക്കൊടുത്തു. അത്യന്ത ശ്രേയസ് ആഗ്രഹിക്കുന്ന ഗൃഹസ്ഥാശ്രമികള് ബ്രഹ്മജ്ഞന്മാരായ ബ്രാഹ്മണരെ ഇങ്ങനെയാണ് ഉപചരിക്കേണ്ടത് എന്നതാ എല്ലാവർക്കും തന്റെ പ്രവൃത്തി കൊണ്ട് തന്നെ കാണിച്ചു കൊടുക്കുകയാണ്. ആ കഥകളിയിലൊക്കെ കാണണല്ലേ, ആ മഞ്ചത്തിലിരിക്കുമ്പോ വേഗം ആ സുധാമാവ് അവിടുന്ന് താഴ്ത്തിരിക്കും. അവിടെ ഇരിക്കണം, എന്നാ ഞാനും ഇവിടെ ഇരിക്കും എന്ന് പറഞ്ഞ് ഭഗവാൻ അടുത്തിരിക്കും. അപ്പൊ ഭഗവാന് ചോട്ടിലിരുത്തണത് ഒട്ടും സുധാമാവിന് സഹിക്കാൻ പറ്റില്ല. അപ്പൊ വേഗം അവിടുന്ന് എണീക്കും. അപ്പൊ ഭഗവാൻ എണീക്കും. സുധാമാവ് എവിടെ ഇരിക്കുക വെച്ചാൽ അവിടെ ഞാനിരിക്കുന്നുള്ളൂ. വേഗം മഞ്ചത്തിൽ ഇങ്ങനെ ഒരറ്റത്ത് ഇങ്ങനെ ഇരുന്നു. വേഗം ഭഗവാൻ അതൊക്കെ കയറ്റിയിരുത്തി. അങ്ങനെ കഥകളിയിൽ അത് ശരിക്കും കാണാൻ സാധിക്കും. ആ കുചേലനും ഭഗവാനും തമ്മിലുള്ള ഭഗവാന്റെ ആ പരിഭ്രമവും അദ്ദേഹത്തിന് കാല് കഴിക്കാനുള്ളത്. രുക്മിണി ദേവിയുടെ അതുപോലെ ഭഗവാന്റെ മനസ്സ് മനസ്സിലാക്കി മഹാലക്ഷ്മി തന്നെയാണ് അല്ലേ, മഹാലക്ഷ്മി അപ്പൊ തന്നെ അനുഗ്രഹിച്ചിരിക്കണു. മഹാലക്ഷ്മി അവിടെ ലക്ഷ്മി വിളയാടി കുചേലന്റെ ഗൃഹത്തില്. ആ ഒരു പിടി അവല് കഴിച്ചപ്പോ പിന്നെ പറയും വേണ്ട. അങ്ങനെതാ കുചേലനെ വീണ്ടും വീണ്ടും എത്ര സൽക്കരിച്ചിട്ടും മതിയാവണില്ലേ ഭഗവാന്. ധൂപേ സുരഭിർമിത്രം പ്രദീപാവലിർമുദ അർച്ചിത്വാവേദ്യതാംബൂലം ഗാം ച സ്വാഗതമബ്രവീൽ. സൗരഭ്യമുള്ള ധൂപങ്ങൾ കൊണ്ടും ദീപാവലികൾ കൊണ്ടും തന്റെ സുഹൃത്തായ അതിഥിയെ സന്തോഷപൂർവ്വം പൂജിച്ചിട്ട് താമ്പൂലത്തെയും പശുവിനെയും ഒക്കെ ഞങ്ങൾ സമർപ്പിച്ചു. ഗോദാനം ഒക്കെ ചെയ്ത് ചോദിക്കുകയാണ്. അപ്പൊ ഈ താമ്പൂലൊക്കെ നടന്നതിന് മുമ്പ് ഭക്ഷണം കൊടുക്കണം. അതെല്ലാം വേണ്ട വിധത്തിലുള്ള പൂജകളെല്ലാം ചെയ്തു എന്നാണ് അതിന്റെ അർത്ഥം. കുചൈലം മലിനം ക്ഷാമം ദ്വിജം ധമനി സന്തതം ദേവീ പര്യചരൽ സാക്ഷാൽ ചാമരവ്യജനേന വൈ. മലിനമായ ശരീരം, അതുപോലെ മലിനമായിട്ടുള്ള ഇപ്പൊ യാത്ര ചെയ്തു വന്നതല്ലേ, മലിനമായ വസ്ത്രം കീറിപ്പറഞ്ഞൊരു അതാണല്ലോ കുചേലൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള വസ്ത്രം ധരിച്ചിരിക്കുന്ന ആ ബ്രാഹ്മണനെ സുഹൃത്തിനെ നന്നായി ഒക്കെ കുളിപ്പിച്ച് പുതുവസ്ത്രമൊക്കെ അണിയിപ്പിച്ചു. ശരീരത്തില് ഇതൊന്നുമില്ല, കുറിയൊന്നും ഇട്ടിട്ടില്ല, അഭ്യംഗം എല്ലാം ധരിപ്പിച്ചു. നല്ലോണം ഭക്ഷണമൊക്കെ കൊടുത്ത് എന്നിട്ട് ആ ആട്ടുകേട്ടിലും അങ്ങോട്ട് ഇരുത്തി. രുക്മിണി എന്നാണ് വിളിച്ചപ്പോഴേക്കും രുക്മിണിക്ക് മനസ്സിലായി. വേഗം ശ്രീദേവിയുടെ അവതാരമായിരിക്കുന്ന ആ രുക്മിണി ദേവി ചാമരം കൊണ്ട് അങ്ങനെ വീശി. അതന്നെ നല്ലോണം, അതന്നെയാ ഭഗവാൻ ഉദ്ദേശിച്ചത്. രുക്മിണി ദേവി അപ്പോഴേക്കും ചാമരം കൊണ്ട് അങ്ങനെ വീശിക്കൊണ്ട് അങ്ങനെ നിന്നു ആ കുചേല ബ്രാഹ്മണനെ. അഹോ, എന്താ പറയാ, ആ കുചേലന്റെ ഭാഗ്യം അവർണ്ണനീയം തന്നെ. വസ്ത്രാഭരണാദികളൊന്നും അല്ല, ആ ഉള്ളിലെ ഭക്തി അത് മാത്രാണ് ഭഗവാൻ നോക്കണത്. അതാണ്
ആ ഭഗവാന്റെ പൂജനീയവനാവാൻ കാരണം ആ സുധാമാവ് എന്നതാ പ്രത്യേകം പറയുന്നു. അന്തഃപുരത്തിലുള്ള ഇതൊക്കെ സ്ത്രീകളൊക്കെ ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ എല്ലും തോലുമായിട്ട് ഒരു മലിന വസ്ത്രവും ധരിച്ച് ഇങ്ങനെ ഒരു ബ്രാഹ്മണൻ ഇങ്ങനെ ഇത്ര ഭഗവാൻ ഇങ്ങനെ ഒരാളെ പൂജിക്കണത് ആദ്യമായിട്ടാണ് കാണുന്നത്. എല്ലാവരും ഇങ്ങനെ അത്ഭുതപ്പെട്ട് നോക്കിയത് ഇത് ആരാത് എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുന്നു. ബാക്കിയുള്ള ശ്ലോകങ്ങള് നമുക്ക് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.